എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ജീവൻ ആൻഡ് മെൻ്റലിസ്റ്റ്. ഞാൻ മെൻ്റലിസ്റ്റ് ആണെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നില്ല കേട്ടോ. ഞാൻ മെൻ്റലിസം മാജിക് പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഈ പെർഫോമൻസിൻ്റെ ഇടയിലാണ്. ഞാൻ ഒരുപാട് ആർട്ട് ഫോംസ് ഇപ്പോൾ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ഞാനപ്പോൾ ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പെട്ടെന്ന് അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വീഡിയോ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിപ്പം ഇങ്ങനെ ഒരു മെൻ്റലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഹിപ്നോട്ടിസം ചെയ്ത് എന്തൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, മെൻ്റലിസ്റ്റുകളല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഹിപ്നോസിസം ചെയ്യുന്നവരെല്ലാവരും മെൻ്റലിസ്റ്റുകളല്ല. മനസ്സിലായോ? മെൻ്റലിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റില്ല. മെൻ്റലിസം പെർഫോം ചെയ്യുന്ന പെർഫോമേഴ്സ് എന്ന് പറയാനുണ്ട്. ഞാനൊക്കെ പെർഫോമറാണെന്ന് പറയാനാണ് എനിക്ക് അധികം ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ഒറ്റ കാര്യം നിങ്ങളോട് പറയാണ്, മെൻ്റലിസം പെർഫോം ചെയ്യുന്നവരെല്ലാവരും ഹിപ്നോട്ടിസ്റ്റുകളല്ല. ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്നവരെല്ലാവരും മെൻ്റലിസം പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനിയിപ്പോൾ മെൻ്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യുന്ന സമയത്ത് ഹിപ്നോട്ടിസം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായോ? അപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും മെൻ്റലിസ്റ്റുകളാണ് എന്നുള്ളൊരു സാധാരണ ചിന്താഗതി നിങ്ങൾ മാറ്റുക. തെറ്റിദ്ധാരണയാണ്. അല്ല, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അതിനൊരുപാട് ഭാഗങ്ങളുണ്ട്, ക്ലിനിക്കൽ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ക്ലിനിക്കൽ ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാടുണ്ട്. അത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല ഒറ്റ വീഡിയോയിലൊന്നും. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, ആസ് എ മെൻ്റലിസം ആൻഡ് മാജിക് പെർഫോമർ എന്നുള്ള രീതിയിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് മെൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, യാതൊരു നിർബന്ധവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യൂസ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത്. യാതൊരു നിർബന്ധവും ഇല്ല. വേണ്ടവർക്ക് എടുക്കാം. പിന്നെ അതിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, കാര്യങ്ങൾ, ഇപ്പോൾ വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ അവർ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള മെൻ്റലിസം ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും അത് പറയരുത്. മെൻ്റലിസ്റ്റുകളാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഞാൻ പറയണം, മെൻ്റലിസ്റ്റുകളാണ് എന്ന് പറയരുത്. ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുക. ഓക്കെ, മെൻ്റലിസം ചെയ്യുന്നവരെല്ലാവരും ഹിപ്നോട്ടിസം ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതൊരു ആർട്ട് ഫോം ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. കേരളത്തിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ വളരെയധികം എന്താ പറയുക, വിഷമമുണ്ട്. മെൻ്റലിസ്റ്റുകളാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ട് ഒരുപാട് പേര് മുളച്ചു വരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വ്യവസ്ഥ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.